നമ്മുടെ അനുമോക്ക് ഇന്ന് എന്ത് പറ്റി? യാതൊരു രക്ഷയില്ല. ഇന്നലെ സിംഗപ്പെണ്ണ് ഫയറായടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടാ. പക്ഷെ ഇന്ന് അനിമോടെ പൊടി പോലും കാണാനില്ലാത്ത അവസ്ഥയാണ്. കാരണം അനിമോള് അങ്ങ് ഇരുന്നു പോയി. അനിമോള് ഗ്രൂപ്പിൽ നിന്നൊക്കെ പുറത്തു ചാടി അനിമോള് ഗ്രൂപ്പിലേക്ക് കടന്നു കയറാൻ ചില വിപുലഫർമ്മം നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കുന്നു. അനിമോളുമായിട്ട് ഇന്നലെ ഫൈറ്റ് ചെയ്തവരുമായിട്ടൊക്കെ അടുക്കാൻ അനിമോൾ ശ്രമിക്കുന്നു. അനിമോൾ എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അനിമോളുടെ കുഴി അനിമോൾ തന്നെ തോണ്ടുകയാണ് എന്ന് തോന്നുന്നു. ഇന്ന് യാതൊരു ഫയറും കണ്ടില്ല. ആ കണ്ണുകളിലൊക്കെ ഒരു എന്തോ ഒരു ലാഞ്ചന ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് തോന്നുന്നു. എന്തോ പുറത്ത് തനിക്ക് നെഗറ്റീവായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് അനിമോൾ ഭയപ്പെടുന്നു എന്ന് തോന്നുന്നു. അതിന് കാരണം എന്താകും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അനിമോൾ ഇന്നലെ വളരെയധികം ഊർജ്ജഫലമായി നിന്ന അനിമോള് ഇന്നലെ യൂട്യൂബ് ചാനലുകളെല്ലാം ചാകരയായിരുന്നു. അനിമോൾ ഫയറായി, അനിമോൾ സിംഗപ്പെണ്ണ്, ഇതാണടാ പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വീഡിയോ ചെയ്തു. അനിമോളാണ് താരം. നമ്മൾ തന്നെ എത്ര വീഡിയോ ചെയ്തു. പക്ഷെ ആ അനിമോളിൽ നിന്ന് ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. അനിമോൾ കൃത്യമായിട്ട് ആ പാറ്റേൺ എനിക്ക് തോന്നുന്നു ഷാനവാഫിന് കൊടുത്തു. ഷാനവാഫാണ് പിന്നെ ഫയറായത് കേട്ടോ. ഏതായാലും അനിമോൾ ഇന്നലെ അപ്പാനി ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ അനിമോള് വളരെയധികം താങ്ങും. ഫയറായ അനിമോള് വളരെയധികം താന്നു നിൽക്കുന്നതാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ അനിമോള് നല്ല ലെവലിൽ വന്ന അനിമോള് എനിക്ക് തോന്നുന്നു ആദ്യം വന്ന ബിഗ് ബോസിൽ എങ്ങനെ വന്നു ആ ലെവലിലേക്ക് തരം താഴ്ന്ന അനിമോളെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നും. അനിമോളെന്ന് പറഞ്ഞാൽ പഴയ അനിമോള് തന്നെയാണ് നല്ലത്. അത് അനിമോളെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്ന ഏറ്റവും നന്നായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആരൊന്നും ഇല്ലേ? അനിമോളുടെ പുറകെ നടക്കുന്ന ചിലരുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. അപ്പം അനിമോളെ എന്തുകൊണ്ട് ഇങ്ങനെ പെയ്യ നിൽക്കുന്നു എന്നുള്ളതിന് ഒറ്റ ഉത്തരവ് എനിക്ക് തോന്നുന്നുള്ളൂ. ശൈത്യ സന്തോഷ്. ശൈത്യ പോകും എന്നറിഞ്ഞപ്പോൾ അനിമോൾ ആകപ്പാട് തകർന്നുപോയി. കാരണം തൻ്റെ ഒരു കൂട്ടുകാരി, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കൂട്ടുകാരി ഇവിടുന്ന് ഈ ബിഗ് ബോസ് വിട്ടുപോകുമോ എന്ന് അനിമോൾ ഒരു സമയത്ത് ഭയപ്പെട്ടു. അനിമോൾ വിചാരിക്കുന്നത് തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി, തൻ്റെ കൂടെ നിൽക്കുന്ന ശൈത്യയാണ് ഓർമ്മ. സത്യം പറഞ്ഞാൽ ശൈത്യ ഇതിനിടയിൽ നിന്ന് കളിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം ശൈത്യം വിചാരിച്ചിരിക്കുന്നത് അനിമോൾക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവാണ്, ജിഫയിലാണ് പോസിറ്റീവ് എന്ന് ശൈത്യം ഇടച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. ശൈത്യയുടെ വിചാരം അനിമോളിനൊപ്പം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവായി മാറുമോ എന്നാണോ എനിക്കറിയില്ല. ഇനി മനഃപൂർവ്വം അനുവിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്നറിയില്ല. അതെല്ലാം കൃത്യമായിട്ടൊരു ഗെയിമാണ്. ഇന്ന് ഒരു ചോദ്യമുണ്ട്. ഈ കപ്പൽ മുക്കാൻ ശ്രമിക്കുന്ന ആരാണ്, ഇത് രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആരാണ് എന്നുള്ള ചോദ്യത്തിൽ ശൈത്യ പറഞ്ഞ ഉത്തരവാണ് എന്നെ ഞെട്ടിപ്പിച്ചത്. കൃത്യമായിട്ട് ശൈത്യ പറയുന്നു അത് അനിമോളാണ് ഈ കപ്പൽ മുക്കാൻ ശ്രമിക്കുന്നത്. അതിന് ശൈത്യ പറയുന്ന ഒരു ഉത്തരവുണ്ട്. നേരത്തെയൊക്കെ ഇത് അനീഷായിരുന്നു മുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അനീഷിന് കഴിയാത്തത് ഇപ്പോൾ അനിമോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അനിമോളാണ് ഈ കുറച്ച് ദിവസമായിട്ട് ഈ കപ്പൽ മുക്കുന്നത് എന്നാണ്. സത്യം പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. ഈ കപ്പൽ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആള് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ ആളുടെ പേരാണെന്ന് തോന്നുന്നു, ആര്യൻ. എൻ്റെ അമ്മോ, എനിക്ക് പൊട്ടിച്ചിരിക്കാതിരിക്കാൻ വയ്യാടി. ആര്യൻ്റെ പേരാണ് എല്ലാവരും ഒരു സ്ഥലത്തിൽ പറയുന്നത്. എനിക്കറിയില്ല, ശൈത്യം പറഞ്ഞ ആര്യൻ്റെ പേരാണ്. അപ്പം കൃത്യമായിട്ട് താൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു അഭിപ്രായം പറയണമെങ്കിൽ അനിമോൾക്ക് മനസ്സിലാകുന്നു താൻ പുറത്ത് നെഗറ്റീവായിരിക്കാം എന്ന് തോന്നുന്നു. അതുകൊണ്ടാകാം അനിമോൾ ഒന്ന് അടങ്ങി നിൽക്കുന്നത്. ശൈത്യയുടെ പിടിയിൽ നിന്ന് അനിമോൾ മോചിതനായാൽ മാത്രമേ അനിമോളുടെ ഗെയിം കൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് പൊട്ടിത്തെറിച്ച അനിമോള്, ഭയങ്കര ആയിപ്പി നിൽക്കുന്ന അനിമോള്, വോട്ടിങ്ങിലൊക്കെ വളരെയധികം മുന്നേറുന്ന അനിമോള് പെയ്യെ താന്നു വരുന്നു അല്ലേ? അനിമോളെ നിങ്ങൾ ഇന്ന് കണ്ടായിരുന്നോ? ഇന്നലത്തെ അനിമോളെ കണ്ടതേ ഇല്ല. അതാണ് പറയുന്നത്. അനിമോള് പല കൂട്ടുകെട്ടിലേക്കും കയറാനുള്ള ശ്രമം, ഗ്രൂപ്പിലേക്ക് കയറാനുള്ള ശ്രമമൊക്കെ അനിമോള് നടത്തിക്കൊണ്ട്. അനിമോള് പുറത്ത് നിൽക്കുമ്പോൾ അനിമോള് വിചാരിക്കുന്നത് ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നു, എനിക്ക് പുറത്ത് സപ്പോർട്ടെല്ലാം കുറയുന്നു എന്നൊക്കെ വിചാരിച്ചാണോ എന്നറിയില്ല. ഏതായാലും ഇതിനകത്ത് കൃത്യമായിട്ടൊരു ശൈത്യയുടെ ഈ ഡയലോഗിലുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അത് ശൈത്യയ്ക്കും ഗുണമല്ല, അനുവിനും ഗുണമല്ല എന്ന് മാത്രം ഓർത്താൽ നല്ലത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻ്റായിട്ട് എഴുതുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തുവരെ. ഓക്കെ, ബൈ.